2026 ഒരു ഐഫോൺ പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മസ്റ്റായിട്ട് ഫുള്ള് കണ്ടോ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഏറ്റവും ബെസ്റ്റ് ഐഫോൺ ഏതാണെന്നും ഏറ്റവും പെർഫോമൻസ് വരുന്ന ഐഫോൺ ഏതാണെന്നുള്ളതും ഏതൊക്കെ ഐഫോൺ ക്ലിയർ ആയിട്ട് അവോയ്ഡ് ചെയ്യണമെന്നുള്ളതും ഫ്രഷ് ഐഫോൺ എടുക്കണോ അതോ യൂസ്ഡ് എടുക്കണോ അത് ഏതൊക്കെ കാറ്റഗറിയിൽ അങ്ങനെ എല്ലാതില്ല ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരൊറ്റ വീഡിയോ കാണുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം പ്രോമിസ് തരാൻ പറ്റും. ഏത് ഐഫോൺ ഈ 2026 എടുക്കണം എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് എന്തായാലും ക്ലിയർ ആവും. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും. ആൻഡ് ഞാൻ ഓൾറെഡി ഒരു ഐഫോൺ യൂസറാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ 2026 ക്ലിയർലി അവോയ്ഡ് ചെയ്യണം. ഒരിക്കലും പർച്ചേസ് ചെയ്തെന്ന് പറയാൻ പറ്റുന്ന ഐഫോൺസ് ഏതൊക്കെ വെച്ചാൽ ഐഫോൺ 7, ഐഫോൺ 8, ഐഫോൺ 10s ഓർ ഐഫോൺ 10s, ഐഫോൺ 11 ഇതുവരെയുള്ള ഐഫോൺസ് ഒന്നും 2026 റെക്കമെൻഡബിൾ അല്ല. ഇത് ഓൾ വാസ് എ പീസ് ഓഫ് ഷിറ്റ്. നിങ്ങൾക്ക് കറക്റ്റ് റീസൺസ് ഉണ്ട് അങ്ങനെ എന്താണ് പറയാൻ കാരണം വെച്ചാൽ ഒന്നാമത് ഈ ഫോൺസൊക്കെ ഇപ്പോഴും അത്യാവശ്യം എക്സ്പെൻസീവാണ്. അത് അത്ര ഓൾഡർ ആയിട്ട് പോലും ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇപ്പോൾ ഈ പറയുന്ന ഐഫോൺ 11 ആണ് ഇപ്പോൾ ഇതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. ഐഫോൺ 11 തന്നെ ആവട്ടെ ബാറ്ററി ഹെൽത്ത് വളരെ ശോകം. 2-3-4 വട്ടങ്ങൾ ഒരു ദിവസം കുത്തിക്കേണ്ടി വരും. നിങ്ങൾ പവർ ബാങ്ക് നിങ്ങൾ മേത്ത് ഒട്ടിച്ച് നടക്കേണ്ടി വരും. പിന്നെ ഒന്നാമത് സത്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഐഫോൺ 11 ആണ് ഇപ്പോൾ ഇതിൽ ഏറ്റവും ടോപ്പിൽ. ഇതാണെങ്കിൽ തന്നെ 5 കൊല്ലത്തിന് മേലെ പഴക്കമായി ഐഫോൺ 11 പോലും. നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ആപ്പിൾ ഫാൻ ബോയ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് ഓൾഡറായി. ഇപ്പോൾ ഐഫോൺ എത്ര കാലം ഉപയോഗിക്കാമെന്ന് പറയുന്ന രൂപത്തിൽ ആൾക്കാരൊക്കെ ഉണ്ട്. സത്യം മനസ്സിലാക്കുക ഐഫോൺ 11 ഒക്കെ ഓൾഡർ വേർഷനായി. 2026 ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ ഇതിൽ വേണ്ട ഒരു ബേസിക് കാര്യമുണ്ട്. ഏതൊരു ഫോണിലും ഇപ്പോൾ വേണ്ട ഒരു ബേസിക് കാര്യമാണ് 5G എന്നത്. ഐഫോൺ 11 വരെയുള്ള ഒരു ഡിവൈസിലും 5G ഇല്ല. ഐഫോൺ 12 മുതലാണ് ഒരു 5G തുടങ്ങിയുള്ളത്. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുക. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതൊക്കെ 5 to 6 years ഓൾഡർ ആവാനായി ഈ ഫോൺസൊക്കെ. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഐഫോൺ 11 തന്നെ iOS 26 ആണ് അപ്ഡേറ്റ് കിട്ടിയിട്ട്. ഇനി iOS 27 വരുന്നവരുണ്ട്. മോസ്റ്റ് ഓഫ് ദ ടൈം ഐഫോൺ 11 എന്ത് ചെയ്യും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തീരും. നമ്മളിപ്പോൾ കറൻറ്റ്ലി ഒരു പുതിയ ഫോൺ എടുക്കുന്ന സമയത്ത് അടുത്ത കൊല്ലം തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തീരുന്ന രൂപത്തിലുള്ള ഒരു ഫോണല്ല നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ ഹീറ്റിംഗ് ഇഷ്യൂ, ബാറ്ററി ഇതൊക്കെ ഷോക്കാണ്. അതുകൊണ്ട് ഞാൻ ക്ലിയർലി ഇങ്ങോട്ട് പറയും സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കിട്ടില്ല. ക്ലിയർലി നിങ്ങൾ പറയും ഐഫോൺ 11 എല്ലാ കാറ്റഗറി നിങ്ങൾ 2026 അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റാൻ നോക്കുക. ഒരിക്കലും 2026 ഐഫോൺ 11 വരെ അല്ലെങ്കിൽ കാറ്റഗറിയിലെ ഫോൺസ് എടുക്കുന്നത് നിങ്ങൾ നിർത്തുക, പൊട്ടത്തരാണ്. പിന്നെ ഇതിൻ്റെ ബേസ് വേരിയൻസ് വരുന്നത് 64 GB. ഇപ്പോൾ ഈ 2026 റെക്കമെൻഡ് ആയിട്ടുള്ള സ്റ്റോറേജ് പറഞ്ഞാൽ 256 GB. അപ്പോൾ 64 GB എന്തുണ്ടാക്കാൻ നിങ്ങൾ 2-3 ഗെയിം ആയിട്ടാണ് കൂടി നിങ്ങൾക്ക് പറ്റാത്ത അവസ്ഥ വരും. അവിടെ പറഞ്ഞാൽ അതിൻ്റെ ബേസ് വേരിയൻസ് ഒന്നും ഒരിക്കലും എടുക്കരുത്. അതുവരെയുള്ള കാറ്റഗറി അവോയ്ഡ് ചെയ്യുക. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഐഫോൺ 12. ഐഫോൺ 12 വരുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ബേസിക് ആയിട്ടുള്ള കാര്യം ഇതിൽ 5G ഉണ്ട്. ഐഫോൺ 12 സീരീസ് മുതലാണെങ്കിൽ 5G തുടങ്ങിയുള്ളത്. പക്ഷേ ഐഫോൺ 12 സീരീസ് ശരിയാണ് ഐഫോൺ 11 അപേക്ഷിച്ച് ബെറ്ററാണ്, 5G ഉണ്ട്. പക്ഷേ അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ 5G ഉണ്ടെങ്കിൽ പോലും ഈ ഐഫോൺ 12 സീരീസിനൊക്കെ മേജറായിട്ട് കണ്ടുവരുന്ന ഒരു ഡ്രോബാക്കാണ്. ഈ ഫോൺ 5G റൺ ചെയ്യുന്ന സമയത്ത് ബാറ്ററി ഹെൽത്ത് മൂത്രമൊഴിച്ച് പോകുന്ന പോലെ അങ്ങനെ തീർന്നു. അങ്ങനെ ഒരു മേജർ പ്രശ്നമുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് ഇപ്പോൾ യൂസ്ഡേ കിട്ടുള്ളൂ, ഫ്രഷ് കിട്ടുള്ള ഓബിയസ്ലി നിങ്ങൾക്ക് അറിയാലോ. കാഷിഫൈ പോലത്തെ ആപ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റഡ് ആപ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23K 25K അറൗണ്ടൊക്കെ കിട്ടും. പിന്നെ വരുന്ന മേജർ ഇഷ്യൂ വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിക്കണം ആപ്പിൾ എത്രത്തോളം പരിതാപകരമായിരുന്നു ആ ടൈമിൽ എന്നുള്ളത് നമ്മൾ ഓർക്കണം. കാരണം വെച്ചാൽ ഐഫോൺ 12 ഇറങ്ങുന്നത് അറൗണ്ട് 2020 സമയത്തൊക്കെ. അന്നൊക്കെ എല്ലാ ഫോണിലും 120 Hz മേജറായിട്ട് വന്നുകൊടുക്കുന്ന ടൈമിൽ. പക്ഷേ ഐഫോൺ 12 ഈവൻ പ്രോ സീരീസിൽ പോലും ആപ്പിൾ കാട്ടിയൊരു ചെറ്റത്തരം എന്ന് വെച്ചാൽ പ്രോ സീരീസിൽ പോലും 60 Hz. ആ ഒരൊറ്റ കാരണം മതി നമുക്ക് വെറുത്തുപോകാൻ. ഐഫോൺ 12 സീരീസിലെ പ്രോ വേർഷൻസ് നമ്മൾ എന്തിനാണ് എടുക്കണേ? അതിൽ 120 Hz ഡിസ്പ്ലേ ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു മേജറായിട്ടുള്ള കാര്യം. പിന്നെ ബെറ്റർ ബാറ്ററി ഹെൽത്ത് ഒക്കെ അല്ലേ. ഈ പറഞ്ഞ 2 കാര്യങ്ങളോടും യോജിപ്പില്ലാത്തതാണ് 12 Pro ആവട്ടെ 12 Pro Max ആവട്ടെ. ബാറ്ററി ഹെൽത്ത് ഷോക്കാണ്, ഫാസ്റ്റ് ചാർജിങ് ഒന്നും ഇല്ല, ബാറ്ററി ഹെൽത്ത് ഷോക്കാണ്. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്, ബാറ്ററി മൂത്രമൊഴിച്ച പോലെ പോകും. ഇതെല്ലാം ഞാൻ പറഞ്ഞു. ശരിയാണ്, A14 ബയോണിക് ചിപ്പാണ് അതിലുള്ളത്, അത്യാവശ്യത്തിന് കേപ്പബിൾ ആണ്. പിന്നെ ഡുവൽ ക്യാമറ സിസ്റ്റം അങ്ങനത്തെ ക്യാമറ കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെയാണ്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ആണെന്നൊന്നും പറയാനില്ല. അപ്പോൾ ഞാൻ പറയുമ്പോൾ ഐഫോൺ 12 നിങ്ങൾ ഈ കാരണങ്ങൾ കൊണ്ട് അവോയ്ഡ് ആയിരിക്കും ബെറ്റർ. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ചിലർക്ക് കൊത്തു ഇവനെന്ത് ഇങ്ങനെ എല്ലാം അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്. പക്ഷേ എനിക്ക് റോ ട്രൂത്ത് എന്താണെന്ന് പറഞ്ഞേ പറ്റൂ. ഇതിപ്പോൾ ഞാൻ പറയാതെ ഒരുത്തം പോയി ഐഫോൺ 12 എടുത്തവൻ എന്തായാലും റിഗ്രറ്റ് ചെയ്യും 2026 എടുത്താൽ. പിന്നെ ഐഫോൺ 12 തന്നെ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് കാറ്റഗറിയിൽ ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. പിന്നെ മനസ്സിലാക്കേണ്ട വെച്ചാൽ 128 GB എടുക്കുന്നതിനാളും റെക്കമെൻഡഡ് ആയിട്ടുള്ളത് 256 GB എടുക്കുന്നതാണ്. 2026 ആപ്സിനും കാര്യങ്ങളൊക്കെ ഓൾറെഡി നല്ല സൈസ് വരുന്നുണ്ട്. BGMI കാണുന്നുണ്ട് 20-30 GB ഒക്കെ വരുന്നുണ്ട്. നമ്മൾ പാക്കും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് വരുമ്പോൾ 256 GB റെക്കമെൻഡഡ് ആണ്. ആ ഡൗട്ട് എടുത്തുന്നല്ലോ. നെക്സ്റ്റ് വരുന്നതാണ് ഐഫോൺ 13 സീരീസ്. ശരിയാണ്, ഐഫോൺ 12 അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓല ആ ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഒരു ശരിയാക്കി, വിച്ച് ഇസ് ഗ്രേറ്റ്.
പിന്നെ എന്ന് വെച്ചാൽ ക്യാമറ ഒക്കെ നല്ല ബെറ്ററാണ്. പിന്നെ ഇപ്പോൾ യൂസർ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐഫോൺ 13 നല്ല ഡീലാണ് ഫുള്ള്. 25K to 30Kയിലൊക്കെയാണ് ഐഫോൺ 13 വരെ വരുന്നത്. പ്രോ മാക്സ് ആണെന്നുണ്ടെങ്കിൽ 40K to 50K അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഓക്കെ, എല്ലാം നല്ലതാണ്. അപ്പോൾ എന്തുകൊണ്ട് ആ ബാറ്ററി ഹെൽത്തും 12 നല്ലതാണ്. പിന്നെ ആദ്യമായിട്ട് സിനിമാറ്റിക് വീഡിയോ കൊണ്ടുവരുന്നത് ഐഫോൺ 13 സീരീസിലാണ്, വിച്ച് ഈസ് ഓൾസോ ഗ്രേറ്റ്. എല്ലാം ഓക്കെ. പക്ഷേ ഇവിടെ വരുന്നൊരു മേജർ ഇഷ്യൂ എന്ന് വെച്ചാൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ ആണ്. വെറുത്തു. കാരണം വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ഐഫോൺ 13 സീരീസിലൊക്കെ ഭയങ്കര വില കുറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രീൻ ലൈൻ ഇഷ്യൂ ആണ്. ഈ ബാക്കിയുള്ള ഐഫോൺസിലൊക്കെ ശരിയാണ്, ഇപ്പോൾ 14 സീരീസിലും 15 സീരീസ് 16 സീരീസിലൊക്കെ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നുണ്ട്. പക്ഷേ അത് എക്സ്ട്രീംലി റെയർ ആണ്. പക്ഷേ ഈ 13 സീരീസ് എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ കയ്യിൽ നിന്ന് പറ്റിയുള്ള ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം റെഡിറ്റ് എടുത്ത് നോക്കട്ടെ, ഇൻ്റർനെറ്റ് എടുത്ത് നോക്കട്ടെ, നമ്മളെ കസിൻസ് നമ്മളെ റിയൽ വേൾഡ് എക്സ്പീരിയൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഐഫോൺ 13 യൂസേഴ്സ് മെയിനായിട്ട് പറഞ്ഞ ഇഷ്യൂ ആണ് ഗ്രീൻ ലൈൻ ഇഷ്യൂ. അത് ഐഫോൺ 13 മിനിക്കുണ്ട്. 13 സീരീസിൻ്റെ പ്രോ വേർഷൻ ആണെന്നുണ്ടെങ്കിൽ അത് മേജറായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച്, അത്രയും ക്യാഷൊക്കെ കൊടുത്ത് വാങ്ങിയിട്ട് ഗ്രീൻ ലൈൻ ഇഷ്യൂ. ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ ഐഫോൺ 13 ആണെന്നുണ്ടെങ്കിലും 45 ഇയേഴ്സ് ഓൾഡർ ആവാനേ. അപ്പോൾ വെച്ചാൽ ഇതിൻ്റെ വാറൻറ്റിയും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങൾ 30-40K കൊടുത്തുകൊണ്ട് യൂസർ ഫോൺ വാങ്ങിയുണ്ട് 2 മാസം ഉപയോഗിച്ചാണ്ട് ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റോറിൽ പോകുന്നു, വാറൻറ്റി ഇല്ല. ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞു. ആൻഡ് അതിന് നിങ്ങൾ കൊടുക്കേണ്ട പ്രൈസോ ഒറിജിനൽ ഡിസ്പ്ലേ ആക്കാൻ 20K to 25K വരും, വിച്ച് ഈസ് ഓൾറെഡി 75% ഓഫ് ദ മണി യു പർച്ചേസ്. ഇത് ഞാൻ പറഞ്ഞത്, ഇതുകൊണ്ടാണ് എനിക്കിത് റെക്കമെൻഡ് ചെയ്യാൻ പേടി. ഐഫോൺ 13 സീരീസ് നിങ്ങൾക്ക് എടുക്കുക, പക്ഷെ അവിടെ വലിയൊരു ഗ്രീൻ ലൈൻ ഇഷ്യൂവിൻ്റെ വലിയ റിസ്ക് വരുന്നുണ്ട്. കാരണം ഗ്രീൻ ലൈൻ ഇഷ്യൂ പറയാണ് 13 സീരീസ്. നിങ്ങൾ ഇൻ്റർനെറ്റിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റുള്ള സീരീസിനെ പോലെയല്ല 13 കാര്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് 13 സീരീസ് സ്കിപ്പ് ചെയ്യാം. ശരിയാണ്, 13 പ്രോ മാക്സിൽ 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല ബാറ്ററി ബാക്കപ്പ് വരുന്നുണ്ടൊക്കെ. പക്ഷേ ഗ്രീൻ ലൈൻ വന്നു പോയാൽ നമ്മൾ എന്ത് ചെയ്യൂടെ? അത്രയും ക്യാഷ് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല തന്നെ കിട്ടണ്ടേ? ഞാൻ പറഞ്ഞ വെച്ചാൽ 13 സീരീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, പക്ഷേ യുവർ ഓൺ റിസ്ക്. ഞാനൊരിക്കലും 13 സീരീസ് റെക്കമെൻഡ് ചെയ്യൂല. ഓക്കെ, നെക്സ്റ്റ് വരുന്ന കാറ്റഗറിയാണ് ഐഫോൺ 14. ഇപ്പോൾ നിങ്ങൾക്ക് 2026 ഒരു മിനിമം ഐഫോൺ എന്ന് പറഞ്ഞത് എൻ്റെ കാഴ്ചപ്പാടിൽ, അതാണ് ലോജിക്ക് പറയുന്നത്, ഐഫോൺ 14 ആണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കണം വെച്ചാൽ ഈ 2026 നിങ്ങൾക്ക് ഒരു ഐഫോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ വേണ്ട മിനിമം ബഡ്ജറ്റ് എന്നാൽ 30K ആണ്. ഐഫോൺ 14 യൂസറിന് ഇപ്പോൾ വരുന്നത് കാഷിഫൈ ആവട്ടെ അങ്ങനെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള യൂസർ വരുന്നത് 30K ആണ്. 30Kൻ്റെ മേലക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട. 30 to 31K ഇടയിലാണെന്നുണ്ടെങ്കിൽ മാത്രം ഐഫോൺ 14 പർച്ചേസ് ചെയ്ത്. ഞാനിപ്പോൾ കറൻറ്റ്ലി യൂസ് ചെയ്യുന്നതും ഐഫോൺ 14 ആണ്. ഓക്കെ, ഐഫോൺ 14ൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഡ്രോബാക്ക് പറഞ്ഞാൽ ഇതിൽ 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണുള്ളത് ഐഫോൺ 14. പിന്നെ ക്യാമറ പറഞ്ഞാൽ മെയിൻ ക്യാമറ 12 MB, മറ്റേത് അൾട്രാ വൈഡ്. ഓക്കെ, അതൊക്കെ നൈസാണ്. ആപ്പിളിൻ്റെ വീഡിയോ എടുക്കാനുള്ള ക്യാപ്പബിലിറ്റി വളരെ നല്ലതാണ്. മറ്റുള്ള ആൻഡ്രോയിഡ് ഫോൺസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഐഫോൺ 14ൻ്റെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങൾ നോക്ക്, ഈ വീഡിയോൻ്റെ ലൈറ്റിങ് കറക്റ്റ് അല്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ്, എങ്കിൽ പോലും ഐഫോണിൻ്റെ 4K 30 FPS അത്ര അടിപൊളിയായിട്ട് പെർഫോം ആണ്. ഈ വീഡിയോ നിങ്ങൾ 1080p കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൻ്റെ പറഞ്ഞാൽ ഒന്നാമത്തെ ഡ്രോബാക്ക് ആണെങ്കിൽ 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണെന്നുള്ളതാണ് പ്രശ്നം. രണ്ടാമത്തെ ഡ്രോബാക്ക് വെച്ചാൽ ഇതിൽ ലൈറ്റ്നിങ് കേബിൾ അല്ലത്, സി ടൈപ്പ് അല്ലത്. ഓക്കെ, ഈ സി ടൈപ്പ് വിസസ് ലൈറ്റ്നിങ് കേബിൾ. ഓക്കെ, ഈ സി ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ലൈറ്റ്നിങ് ആണെങ്കിലും ഫാസ്റ്ററാണ്, ബെറ്ററാണ്, ഡ്യൂറബിളാണ്. ഐഫോൺ 15 സീരീസ് മുതൽ അങ്ങോട്ടുള്ളതിന് മൊത്തം സി ടൈപ്പാണുള്ളത്. ഇതിനുള്ളത് ലൈറ്റ്നിങ് കേബിളാണുള്ളത്. ഈ ലൈറ്റ്നിങ് കേബിൾ ഉപയോഗിക്കുമ്പോൾ സത്യമാണ് ഇത് ഇറിറ്റേഷനാണ്. കാരണം യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് USB Type-C ആണ്, അത് ലൈറ്റ്നിങ് അല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങൾക്ക് ഈ വീഡിയോ വേണം കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഈ മൈക്ക് ഞാൻ എൻ്റെ ഐഫോൺ 14 കണക്ട് ചെയ്തില്ലേ. ഈ മൈക്കിൻ്റെ സംഭവം വെച്ചാൽ Type-C ആണ്. അപ്പോൾ എനിക്കിത് ഐഫോൺ 14 കൂടെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അഡീഷൻ്റെ ഒരു ലൈറ്റ്നിങ് കേബിൾ പാടാകുമ്പോൾ കുത്തി വെച്ചിട്ട് വേണം എനിക്ക് യൂസ് ചെയ്യാൻ. ഇപ്പോൾ ഇത് Type-C ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളെ ലാപ്പ് ആവട്ടെ, നമ്മളെ കമ്പ്യൂട്ടേഴ്സ് ആവട്ടെ, അതൊക്കെ Type-C വേണ്ടി കാരണം കൂടുതലും ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈറ്റ്നിങ് കേബിളൊന്നും അതിലൊന്നും ഇല്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. പിന്നെ ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് വരുമ്പോൾ അത്ര ഷോക്കല്ല. ഐഫോൺ 14ൻ്റെ ബാറ്ററി ഹെൽത്ത് അത്ര ഷോക്കല്ല. ഇപ്പോൾ 12നും 13 അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര ഷോക്കല്ല. പിന്നെ ഗ്രീൻ ലൈൻ ഇഷ്യൂ എന്ന് പറയുന്നത് വളരെ റയറാണ്. അത് കുഴപ്പമില്ല. 14 നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കുക, 14 കംഫർട്ടബിൾ ആയിട്ട് എടുക്കുക, കുഴപ്പമില്ല. പിന്നെ ബാറ്ററി ഹെൽത്ത് വരുന്നത് വെച്ചാൽ 3200 സംതിങ് mAh ആണ് വരുന്നത്. പിന്നെ ഇതിൽ 5G കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യം വെച്ചാൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യണം, എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ്. ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആകുമ്പോഴത്തേന് 100% 10% വെക്കും. പിന്നെ ഒരു വൈകുന്നേരം ഞാൻ കുത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രാത്രി കിട്ടും. ഒരു ദിവസം 2 വട്ടമാണ് കൂടുതൽ ദിവസം എനിക്ക് കുത്തിക്കൊണ്ടിട്ട്. പിന്നെ ഞാൻ ഹെവി ഗെയിം എന്ന സമയത്ത് ഇപ്പോൾ BGMI ഒക്കെ സ്മൂത്ത് പ്ലസ് എക്സ്ട്രീമിലൊക്കെ കളിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ടൈം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വട്ടം കുത്തിക്കൊണ്ടിരും. അത്രേ ഉള്ളൂ. ഐഫോൺ 14 ഇപ്പോഴും കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഡീസൻറ്റ് ബാറ്ററി ഹെൽത്ത് ഒക്കെ നൽകണേ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഐഫോണാണ്. പക്ഷേ ഇതിൻ്റെ ഐഫോൺ 14 സീരീസിൽ നെക്സ്റ്റ് വരുന്ന കാര്യത്തിലാണ് ഐഫോൺ 14+. ഇതൊരു കിടിലം ഫോണാണ്. ശരിയാണ്. ഇപ്പോൾ ഐഫോൺ 14ലും A15 ബൈണി ചിപ്പാണ്, ഐഫോൺ 14+ലും A15 ബൈണി ചിപ്പാണ്. അപ്പോൾ രണ്ടിലും ഏകദേശം സെയിം പെർഫോമൻസാണ്.
ആൻഡ് ഈ ഐഫോൺ 14 വരുന്ന പ്രൈസ് പറഞ്ഞാൽ ഏകദേശം 37K ആണ്. ഇതിൻ്റെ മെയിൻ പോസിറ്റീവ് എന്താ വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് ആണ്. അതായത് ഇതിൽ 4300 സംതിങ് mAh ബാറ്ററി ഹെൽത്ത് ഉണ്ട്. അത് നിങ്ങൾ ഓർക്കണം, ഒരു 60 ഹെഡ്സ് വരുന്ന ഐഫോണിൽ 4300 mAh ബാറ്ററി പറഞ്ഞാൽ വിച്ച് ഈസ് ഗ്രേറ്റ്. ആൻഡ് ഐഫോൺ 14 6.1 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്, ആൻഡ് ഇവിടെ ഉള്ളത് 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. അത് സത്യം പറഞ്ഞാൽ ഗെയിമേഴ്സിനും എഡിറ്റേഴ്സിനും ഭയങ്കര ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ പറയല്ലോ, ഈ ഐഫോൺ 14 ഒക്കെ എടുക്കുന്ന സത്യം പറഞ്ഞാൽ ബുദ്ധിമാന്മാരാണ്. കാരണം വെച്ചാൽ ഇത് ഒരു ദിവസം അവർക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഫോണിനെ. അതിൻ്റെ ബാറ്ററി ഹെൽത്ത് വളരെ നല്ലതാണ്. പിന്നെ എന്നോട് ചോദിക്കേണ്ട വെച്ചാൽ എന്നാൽ പിന്നെ എന്തുകൊണ്ട് എനിക്ക് 14 എടുത്തു, എന്തിനാ 40 എടുത്ത്? എൻ്റെ ഏട്ടൻ S25 എടുത്തപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഈ ഐഫോൺ 14. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇതിൽ പറഞ്ഞാൽ ഈ ഒരു ഐഫോൺ 14 ഡ്രോബാക്സ് പറഞ്ഞാൽ വളരെ കുറച്ചുള്ളൂ. ഒന്ന് 120 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ അല്ല എന്നുള്ളതും, പിന്നെ പ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ലതാണ്. 37K ഒക്കെ നല്ല ഡീലാണ്. ഐഫോൺ 14 ഒക്കെ 36K ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോ, യൂസ്ഡ് ക്യാഷ് ഫയലുണ്ട് പർച്ചേസ് ചെയ്തോ, നല്ല ഫോണാണ്. പിന്നെ അതിൽ A15 ബയോണിക് ചിപ്പ് അല്ലത് A15 ബയോണിക് ചിപ്പ് നല്ല എഫിഷ്യൻ്റ് ആണ്, നല്ല സ്റ്റേബിൾ ആണ്, നല്ല പെർഫോമൻസ് വരും. ഒരു കുഴപ്പമില്ല A15 ബയോണിക് ചിപ്പിലൊന്നും ഈവൻ 2026 പോലും. അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ചാൽ നമുക്കൊരു 7K അഡീഷണൽ എടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ 14 എടുക്കണേക്കാളും എന്തുകൊണ്ടും ബെറ്റർ 14+ എടുക്കണേ. കാരണം അപ്പോൾ നിങ്ങളെ ബഡ്ജറ്റ് വെച്ചാണ്ടിരിക്കും. ഇതൊക്കെ യൂസറേ കിട്ടുള്ളൂ, ഫ്രഷ് ഒക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. നെക്സ്റ്റ് വരുന്ന ഫോണാണ് ഐഫോൺ 14 Pro. നെവർ എവർ ടേക്ക് ദറ്റ് ഷിറ്റ്, അവോയ്ഡ്. എനിക്ക് കറക്റ്റ് റീസൺ ഉണ്ട് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ വെറുപ്പാണ് തന്നെ പറയാം ഐഫോൺ 14 Pro. കാരണം എന്താ വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, ശരിയാണ് ബ്രോ 120 ഹെഡ്സ് ഉണ്ട്, യെസ് ഓഫ് കോഴ്സ്. പിന്നെ മറ്റേ ക്യാമറ നൈസാണ്, അങ്ങനെ എല്ലാം നൈസാണ്, പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ A15 ആണെന്നുണ്ടെങ്കിൽ ഐഫോൺ 14+ലും 14ലും A15 ബയോണിക് ചിപ്പാണ്. 14 Pro ഉള്ളത് 16 ബയോണിക് ചിപ്പാണ്, ഒക്കെ നല്ലതാണ്. പക്ഷേ ഇവിടെ വരുന്ന പ്രശ്നം വെച്ചാൽ അതിൻ്റെ ബാറ്ററി. നിങ്ങളൊന്ന് ആലോചിക്കുക, ഓൾറെഡി 120 ഹെഡ്സ് പ്രൊമോഷൻ ഡിസ്പ്ലേ ഐഫോൺ 14 Pro ആപ്പിൾ കൊടുത്തു. എന്നിട്ട് അതിന് കൊടുത്ത ബാറ്ററി ഹെൽത്ത് 3200 mAh. എനിക്ക് മനസ്സിലാവുള്ള ആപ്പിളിൽ എങ്ങനെയാണ് ഇങ്ങനെ പറയിപ്പിക്കാനും ഇങ്ങനെ ഒരു തെണ്ടിത്തരം കാണിക്കാൻ കഴിയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക, ഐഫോൺ 14 വേരിയൻറ്റിന്, അത് ബേസ് വേരിയൻറ്റിനുണ്ട് 3200 സംതിങ് അതിൻ്റെ പ്ലസ് mAh ബാറ്ററി. അതിപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് അതിന് ഈവൻ 60 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ ഉള്ളൂ. പിന്നെ അതിന് പവർ കൺസംഷൻ കുറവേ, കാരണം 60 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ. ഇവിടെ 120 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ ഒരു പോസിറ്റീവായുള്ള കാര്യം ആവേണ്ടതിന്, പക്ഷെ അവിടെ ഒരു ചെറ്റത്തരം കാണിക്കണത് 3200 mAh ബാറ്ററി കൊണ്ടേ വെച്ചു. എനിക്ക് മനസ്സിലാവില്ല എന്ത് തേങ്ങാണ്. അതായത് 3-4 തവണ നിങ്ങൾ കുത്തിക്കൊണ്ട്, അതായത് ബേസ് വേരിയൻ്റ് അത്ര പോലും ബാറ്ററി ഹെൽത്ത് ഇല്ലാത്തൊരു പ്രോ വേരിയൻറ്റ്. അതും പോരാഞ്ഞിട്ട് ഐഫോൺ 14 Proൻ്റെ പ്രൈസോ 52K ആണ് ഇപ്പോൾ യൂസറിന് വരുന്നത്. 50 to 52K ഇടയിലാണ്. ഒരിക്കലും 15 Pro സെലക്ട് ചെയ്യരുത്. അതിന് പകരം നിങ്ങൾ എന്ത് സെലക്ട് ചെയ്യണം? അടുത്ത ഐഫോൺ 14 സീരീസാണ് ഐഫോൺ 14 Pro Max. നല്ലൊരു ഡിവൈസാണ്. കാര്യം പറയാലോ, ദ ബഡ്ജറ്റ് പ്രോ, അതാണ് ഞാൻ പറയുന്നത്. ഐഫോൺ 14 Pro ആണ് ദ ബഡ്ജറ്റ് പ്രോ. കാരണം വെച്ചാൽ ഇപ്പോൾ ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ, ഇപ്പോൾ 2020 ഏറ്റവും ബെസ്റ്റ് പ്രോ വേരിയൻ്റ് ഐഫോണാണ് ബഡ്ജറ്റ് റേഞ്ചിൽ എടുക്കാൻ പറ്റുന്നത് ഐഫോൺ 14 Pro Max. 14 Pro അല്ല, ഐഫോൺ 14 Pro Max. ഇതിൽ 4300 സംതിങ് mAh ബാറ്ററി ഹെൽത്ത് വരുന്നുണ്ട്, വിച്ച് ഈസ് ഗ്രേറ്റ്. പിന്നെ ഡൈനാമിക് ഐലൻഡ് വരുന്നുണ്ട്. ഐഫോൺ 14 Pro സീരീസിലാണ് ഒരു ഡൈനാമിക് ഐലൻഡ് വരുന്നുണ്ട്. പക്ഷേ 14 Pro ഞാൻ സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞു. അതിൻ്റെ റീസണും ഞാൻ പറഞ്ഞത്, ബാറ്ററി ഹെൽത്ത് പട്ടി ഷോക്കാണ്, വേറെ ഒന്നും അതിനെ പറ്റി എനിക്ക് കേൾക്കണ്ട. 14 Pro Maxൽ 4300 mAh ബാറ്ററി ഉണ്ട്, വിച്ച് ഇസ് ഗ്രേറ്റ്. പിന്നെ പറയാനുള്ള ഡൈനാമിക് ഐലൻഡ് ഉണ്ട്, 120 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഇപ്പോൾ യൂസിന് ക്യാഷ് ഫയൽ 50K അറൗണ്ടാണ്. നല്ല പ്രൈസാണ്. പിന്നെ അത് കുറച്ച്, ഈ ഫോൺ കുറച്ച് ഹെവി ആണെന്നില്ല മനസ്സിലാക്കണം. ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത് 6.7 ഇഞ്ചാണ്, കുറച്ച് ഹെവിയാണിത്. ആ ഒരു പ്രശ്നം വെച്ച് വേറെ ഒന്നുമില്ല. പിന്നെ ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ്. 48 MP മെയിൻ ക്യാമറ ആണുള്ളത്, 12 MP അൾട്രാ വൈഡും പിന്നെ ഒരു 12 MP ഒരു ടെലഫോട്ടോയും. ഓക്കെ, അപ്പോൾ 48 MP മെയിൻ ക്യാമറ ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 14+നെക്കാളും ബെറ്റർ ക്യാമറ ആയിരിക്കും. ഫോട്ടോ എടുക്കാനാവട്ടെ, വീഡിയോഗ്രാഫിക്കാവട്ടെ, കുറച്ചും പാടെ ബെറ്റർ ആയിക്കാരം. അത് ആ കാര്യത്തിലൊക്കെ അത് അടിപൊളിയായിക്കാരം. ഈ C ടൈപ്പ് കേബിൾ അല്ല എന്നുള്ളത് ചോദിച്ചാണ്ട് വേറെ ഒരു ഡ്രോബാക്കും ഇല്ലാത്ത ഒരു ഐഫോണാണ് സത്യം പറഞ്ഞാൽ ഐഫോൺ 14 Pro Max. ബാറ്ററി ഹെൽത്ത് നല്ലതാണ്, 120 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്, A16 ബയോണിക് ചിപ്പ് ഇപ്പോഴും ഈവൻ 2026ലും നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് 14 Pro Max എടുക്കാമെന്നുണ്ടെങ്കിൽ C ടൈപ്പ് എന്നുള്ളൊരു ഇഷ്യൂ വെച്ചാണ്ട് വേറെ ഒരു ഇഷ്യൂ ഇല്ല, ധൈര്യമായിട്ട് പോയിട്ട് എടുത്തോ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഐഫോൺ 15 സീരീസ്. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളതാണ്. കാരണം വെച്ചാൽ ഇവിടെ വരുന്ന മേജറായിട്ടുള്ളൊരു പോസിറ്റീവ് സൈൻ എന്ന് വെച്ചാൽ ഓക്കെ, C ടൈപ്പാണ് ഐഫോൺ 50 മുതൽ പിന്നെ അങ്ങോട്ടുള്ള എല്ലാ ഡിവൈസിലും. അതിന് താങ്ക്സ് ടു യൂറോപ്യൻ യൂണിയൻ. കാരണം ഒരു കാരണമാണ് നമുക്ക് ഐഫോൺ 50 മുതൽ പിന്നെ അങ്ങോട്ടുള്ള ഐഫോൺസിന് മൊത്തം C ടൈപ്പ് കിട്ടാനുള്ള കാരണം. ഇതിൽ ശരിയാണ്, A16 ബയോണിക് ചിപ്പ് ഉണ്ട്, അതൊക്കെ നല്ലതാണ്. ആകപ്പാടെ ഇതിൽ ഇപ്പോൾ ഐഫോൺ 15 ആകപ്പാടെ ഒരു മേജർ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ആകപ്പാടെ 60 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ ആണെന്നുള്ളത്. ഇത് എങ്ങനെ എടുത്തിട്ട് പറയാൻ കാരണം വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
ഇപ്പോൾ ഐഫോൺ 16 ആണെന്നുണ്ടെങ്കിൽ 59K സംതിങ് ഒക്കെ ഉണ്ട് ഫ്രഷിന്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് 120 ഹെഡ്സ് കൊടുത്തുകൂടാന്ന് ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നും ആ ഫോണില്ല. ബാറ്ററി ഹെൽത്ത് ആണെന്നുണ്ടെങ്കിൽ 3349 mAh. അത് 60 ഹെഡ്സ് ഇല്ലേ, വെറും 6.1 ഇഞ്ച് സൈസ് വരുന്ന ഒരു സ്ക്രീനിന് ഈ ഒരു ബാറ്ററി ഹെൽത്ത് വളരെ നല്ലതേ. കാരണം ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടും. ഏറിപ്പോയ 2 വട്ടം അല്ലെങ്കിൽ 1 വട്ടം കുത്തിച്ചാൽ തന്നെ തീരാവുന്ന പ്രശ്നമുള്ളൂ. ആ ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ മെയിൻ ക്യാമറയ്ക്ക് തന്നെ 48 MB വരുന്നുണ്ട്. അതായത് നിങ്ങൾ നേരത്തെ ഇത്രയും കാലം ഉപയോഗിച്ച ഐഫോൺ 14 വരെ അതിൻ്റെ മെയിൻ ക്യാമറയ്ക്ക് 12 MB ബേസ് മോഡലിൽ ഇത്രയും കാലം ഐഫോൺ കൊടുത്തിരുന്നത്. പക്ഷേ ഐഫോൺ 15 വന്നപ്പോൾ അവിടെ ഉണ്ടായ ചേഞ്ച് പറഞ്ഞാൽ 48 MB ഉണ്ട്. അതായത് ഐഫോൺ 14 ബെറ്റർ ആയി. കാരണം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഐഫോൺ 15 48 MB മെയിൻ ക്യാമറ ഉണ്ട്. മറ്റൊരു 12 MB ഉള്ളത്. ഇത് ഡബിൾ ക്യാമറ വരുന്നത്. പിന്നെ ഒരു 12 MB അൾട്രാ വൈഡ് മോഡുണ്ട്. ഓക്കെ. പിന്നെ ആദ്യമായിട്ട് ഐഫോൺ ഡൈനാമിക് ഐലൻഡ് കൊണ്ടുവന്നതും ബേസ് മോഡലിൽ ആദ്യം ഡൈനാമിക് ഐലൻഡ് കൊണ്ടുവരുന്നത് ഐഫോൺ 15 ഈ ഡൈനാമിക് ഐലൻഡ് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ അത്രയായിട്ടുള്ള ഫേവറേറ്റ് കാര്യമൊന്നുമില്ല. പക്ഷേ എന്താ വെച്ചാൽ പഴയ ആ പൊട്ട നോച്ച് ഇങ്ങനെയൊക്കെ ആ നോച്ച് ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഐഫോണിലൊക്കെ അല്ല. അതിനേക്കാളും എനിക്കിഷ്ടം ഡൈനാമിക് ഐലൻഡ് പറഞ്ഞ ഫീച്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. എൻ്റെ ഇതിൽ ഡൈനാമിക് ഐലൻഡ് ഉണ്ടെന്ന് പറയാം അത്ര. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫ്രഷിന് ഞാൻ പറഞ്ഞല്ലോ ഒരു 59K സംതിങ് ആയി വരുന്നത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഐഫോൺ 15 ഫ്രഷ് എടുക്കാറ് പറ്റും ഒരു 85 എബോ ബാറ്ററി ഹെൽത്ത് വരുന്ന യൂസ്ഡ് ഐഫോൺ 15s ഉണ്ടാവും. ഇപ്പോൾ ക്യാഷിഫൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 85 എബോ ബാറ്ററി ഹെൽത്ത് വരുന്ന യൂസ്ഡ് ഐഫോൺ 15s ഉണ്ട്. അതിൻ്റെ പ്രൈസ് പറഞ്ഞാൽ ഒരു 43K അറൗണ്ടാണ്. അത് നല്ല ഡീലാണ്. 60 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ വെച്ചാണ്ട് വേറൊരു കുഴപ്പമില്ല. ബാറ്ററി ഹെൽത്തും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. പിന്നെ നെക്സ്റ്റ് വരുന്നത് 15+. ഈ ഐഫോൺ 15 എന്തൊക്കെയുണ്ടോ അതൊക്കെ 15+ലുണ്ട്. ഇപ്പോൾ 60 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ ആവട്ടെ. പക്ഷേ അങ്ങനെയല്ല കട 16 ചിപ്പ് USB-C എല്ലാം വരുന്നുണ്ട്. നല്ല ഡിസൈനാണ്. ഇപ്പോൾ ഐഫോൺ 16 ഡിസൈൻ കാണാൻ ഭയങ്കര രസമാണ്. അതിൻ്റെ കളേഴ്സ് ആവട്ടെ പിങ്ക് കളറൊക്കെ വരുന്നുണ്ടോ. ഐഫോൺ 16 അല്ല പിങ്ക് കളറാണ്. നല്ല രസമാണ്. ഡിസൈൻ കാണാൻ നല്ല രസമാണ്. പിന്നെ നല്ല ഡ്യൂറബിളാണ്. അങ്ങനത്തെ ഒരു കാര്യം മേടിച്ചിട്ടുണ്ടാ. പിന്നെ ബാറ്ററി ഹെൽത്തും നല്ലതാണ് ഈ കാര്യത്തിൽ. 60 ഹെഡ്സ് വെച്ചാണ്ട് വേറൊരു പ്രശ്നമില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ പ്ലസ്സിൽ എടുത്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ വലിയ ഡിസ്പ്ലേ കിട്ടും. 6.1 എന്നുള്ളത് 6.7 ആക്കും. പിന്നെ ബാറ്ററി ഹെൽത്ത് എന്നുള്ളത് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. 4383 mAh ആണ് ഇവിടെ 14+ൻ്റെ ബാറ്ററി ഹെൽത്ത് വരുന്നത്. പക്ഷേ 40 ഇവിടെയാണ് ഒരു കാര്യം. ഞാൻ നോക്കുമ്പോൾ 15+ഉം 15ഉം മിക്ക സമയത്ത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ഈ കാര്യം. എന്ത് ഫ്ലിപ്കാർട്ടിലാവട്ടെ ആമസോണിലാവട്ടെ ഫ്രഷ് കിട്ടാനേ ചാൻസ് അറിയില്ല. കൂടുതൽ ആൾക്കാർ ഇപ്പോൾ 15ഉം 15+ ഒക്കെ എടുക്കൽ യൂസറാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ ക്യാഷിഫൈൽ നോക്കിയപ്പോൾ 15+ൻ്റെ പ്രൈസും 15ൻ്റെ പ്രൈസും ഏകദേശം സെയിം ആയിട്ട് വന്നു. അത് പല സമയത്ത് അങ്ങനെ മാറുന്നുണ്ട്. അതാ പറഞ്ഞത് ഈ ക്യാഷിൻ്റെ സമയത്ത് നമ്മൾ ടൈം ടു ടൈം മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വൈസായിട്ട് എടുക്കുക. 15+ എടുത്താൽ എന്താ വെച്ചാൽ 4383 mAhൻ്റെ ബാറ്ററിയാണ്. ഒരു ദിവസമൊക്കെ അത് കൂളായിട്ട് പോകും. അടിപൊളി കാര്യം. വലിയ ഡിസ്പ്ലേ നിങ്ങൾക്ക് കിട്ടും. 15+, 15 ബെറ്റർ ആയി കാരണം ഈ രണ്ട് കാര്യങ്ങൾക്ക്. ഇപ്പോൾ ഓൾറെഡി ഈ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റ് തന്നെ ഐഫോൺ ആരെ ടാർഗറ്റ് ചെയ്യുന്നത് വെച്ചാൽ കുറച്ചും കൂടെ ബിഗർ ബാറ്ററി വേണ്ടിയിരിക്കും. കുറച്ചും കൂടെ ബിഗർ സ്ക്രീൻ വേണ്ട ആൾക്കാർക്ക് മോഡല. ഓക്കെ. നെക്സ്റ്റ് പറയാനുള്ള വെച്ചാൽ 15 Pro. ഇവിടെ വീണ്ടും ഐഫോൺ ചെറ്റത്തരം കാണിച്ചിട്ടുണ്ട്. വീണ്ടും വെറുപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞാൽ ശരിയാ. ഒന്നാമത് ഇതിൻ്റെ പ്രൈസ് പറയുമ്പോൾ ഫ്രഷൊന്നും ഐഫോൺ 15 Pro ഒരിക്കലും എടുക്കരുത്. 1 ലക്ഷത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഒരിക്കലും എടുക്കരുത് 15 Pro. യൂസറിന് വരുന്നത് ഏകദേശം 67K സംതിങ് ഒക്കെയാണ് ഇപ്പോൾ ക്യാഷിഫൈലൊക്കെ ഉള്ളത്. ഇവിടെ വരുന്ന പ്രശ്നം ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യണത്? 120 ഹെഡ്സിൻ്റെ നല്ല ഡിസ്പ്ലേ ഉള്ള ഒരു ഫോണ് വീണ്ടും ഒരു പ്രോ വേരിയൻറ്റിൽ ഇപ്പോൾ ശരിയാണ് ടൈറ്റേനിയം ബോർഡ് ഉണ്ട്. A17 Pro ബയോണിക് ചിപ്പ് അടിപൊളി ചിപ്പ് സെറ്റൊക്കെയാണ്. എല്ലാം ഓക്കെയാണ്. പ്രൈസും കൂടുതലാണ്. രണ്ടാമത് ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് വെറും 3274 mAh. ഞാൻ അങ്ങനെ എടുത്ത് പറയുമ്പോൾ ചില ആൾക്കാർ ഇവരെന്തിനാ ഇത് വീണ്ടും പറഞ്ഞു. കാരണം നിങ്ങളാരും ഒരു വിഡിത്തം കാണിക്കാൻ കാണില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക. ഐഫോൺ 15ൻ്റെ ബേസ് വേരിയൻറ്റിന് 3349 mAh. ഐഫോൺ 15ൻ്റെ പ്രോ വേരിയൻറ്റിന് 3275. എനിക്ക് മനസ്സിലാവില്ല. ഐഫോൺ 15 പ്രോ വേരിയൻറ്റിലാരാ എന്തുകൊണ്ടും ഐഫോൺ 15 ബേസ് വേരിയൻറ്റിനാളും എന്തുകൊണ്ടും ഐഫോൺ 15 പ്രോ വേരിയൻറ്റ് കൂടുതൽ ബാറ്ററി mAh അറിയിക്കില്ലേ? പ്രൈസ് കൂടുതലാണ്. പിന്നെ ഇതിൽ ഒന്നാമതുള്ളത് 120 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ ആണ്. അപ്പോൾ എന്തുകൊണ്ട് ബിഗർ ബാറ്ററി കൊടുത്തത്? ഞാൻ ഈ പറഞ്ഞല്ലോ വല്ല തെറ്റുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അത് ഞാൻ പറഞ്ഞ ഐഫോൺ 15 Pro 14 Pro 15 Pro ഒക്കെ അവോയ്ഡ് ചെയ്യാൻ. ബാറ്ററി ഹെൽത്ത് നിങ്ങൾക്ക് തികയില്ല. ആ ഒരൊറ്റ റീസൺ മതി നമുക്കൊരു ഫോൺ നമുക്ക് വെറുക്കാൻ. ആണ് പറഞ്ഞ 14 Pro അവിടെ. 15 Proൻ്റെ കാര്യം വെച്ചോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 70K ഒക്കെയാണ് ഇപ്പോൾ യൂസറിൻ്റെ പ്രൈസ് വരുന്നത്. 15 Pro Maxൻ്റെ 15 Pro Max നല്ല ഫോണാണ്. അതായത് എല്ലാം തികഞ്ഞിട്ടില്ല ഒരു പ്രോ. അതാണ് ഐഫോൺ. അതായത് ഐഫോൺ 15 Proയിൽ C ടൈപ്പ് ഉണ്ട്. 4441 mAhൻ്റെ ബാറ്ററി ഉണ്ട്. A17 ബയോണിക് ചിപ്പ് ഉണ്ട്. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളുണ്ട്. മെയിൻ ക്യാമറ 48 MB അതൊന്നും പറയേണ്ട ആവശ്യമല്ലോ. ഐഫോൺ 15 Pro Maxൻ്റെ ക്യാമറ ഒക്കെ അടിപൊളി കാര്യം. നിങ്ങളൊരു വ്ളോഗറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടൻറ് ക്രിയേഷനൊക്കെ വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ് സ്റ്റിൽ ഐഫോൺ 15 Pro Max.
ഓക്കെ, ഇതിൻ്റെ പ്രൈസ് ഒരു 70K സംതിങ് ഉണ്ട്. പക്ഷെ അതെടുത്താലും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യാനൊന്നും പോകില്ല. ബാറ്ററി ഹെൽത്ത് ആവട്ടെ, സി ടൈപ്പ് ഉണ്ട്, പിന്നെ നല്ല ക്യാമറയാണ്, നല്ല ഡിസ്പ്ലേ ആണ്, 120 Hz പ്രൊമോഷൻ ഡിസ്പ്ലേ ആണ്. പിന്നെ ഐഫോൺ 15 സീരീസിൽ 15 Pro Maxിലൊന്നും ഗ്രീൻ ലൈൻ ഇഷ്യൂ, അങ്ങനത്തെ ഹീറ്റിംഗ് ഇഷ്യൂ, അങ്ങനത്തെ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. നല്ല ഡിവൈസാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ 70K സംതിങ്ങിൽ. ഓക്കെ, ഇവിടെ ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ ഐഫോൺ 60 സീരീസാണ്. ഈ ഐഫോൺ 16 സീരീസിന് 50 സീരീസിനെ അപേക്ഷിച്ചാണ് ബേസ് മോഡൽ വെച്ച് നോക്കണം. ഐഫോൺ 15 60 വെച്ച് നോക്കുമ്പോൾ ഡിഫറൻസ് വെച്ചാൽ ഐഫോൺ 15 നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് ഇല്ലേ, ഇനി 25 വാട്ടിൽ, ഇവിടെ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർ ചേട്ടാ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് നിങ്ങൾ എത്ര എടുത്ത് പറയാനും വലിയ മലയാളത്തിൻ്റെ കാര്യമുള്ളത്. എടാ ഐഫോണിൽ 45 വാട്ട് കിട്ടാൻ തന്നെ വലിയ കാര്യമാണ്. ആൻഡ്രോയിഡിൽ 100 വാട്ടൊക്കെ ശരിയാണ്. പക്ഷേ ഞങ്ങൾ ടിമ്മണ്ണം ഞങ്ങൾ ഇങ്ങനെ വളർത്തിയത്. ഓക്കെ, എനിവേ, പിന്നെ 3500 സംതിങ് mAh ബാറ്ററി ഉണ്ട്. അത് 15 ബെറ്ററാണ്. പിന്നെ ഇവിടെ ആക്ഷൻ ബട്ടൺ വരുന്നുണ്ട്, അതും നല്ലതാണ്. അത് നല്ലൊരു ഫീച്ചറാണ്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് യൂസ്ഫുൾ ആവില്ല. പക്ഷേ അങ്ങനെ ഒരു ഫീച്ചർ അതിലുണ്ടെന്ന് പറയാം. പിന്നെ ഉള്ളത് USB-C ആണ്. പിന്നെ ഉള്ളത് A18 ബയോണിക് ചിപ്പാണ്. A18 ബയോണിക് ചിപ്പ് നല്ല രീതിക്ക് പെർഫോം ചെയ്യും. നിങ്ങൾ ഒരു 2030 32 വരെ നിങ്ങൾക്ക് 31 വരെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കണ്ടില്ല. A18 ബയോണിക് ചിപ്പ് നല്ല എഫിഷ്യൻറ്റ്, നല്ല പവർഫുൾ ആയിട്ടുള്ള ചിപ്പ് സെറ്റാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഫ്രഷിന് വരുന്നത് ഏകദേശം 69K സംതിങ്ങാണ് വരുന്നത്. ഫ്രഷ് ഐഫോൺ 16 എടുത്താലും ഒരു കുഴപ്പമില്ല. കാരണം ഐഫോൺ 16 ഇപ്പോൾ നല്ല രീതിക്ക് അവൈലബിൾ ആണ്. പിന്നെ സെയിൽ സമയത്തൊക്കെ കുറച്ചും കൂടെ വില കുറയാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് തന്നെ എടുക്കുക. ഒരു 55K 60Kൻ്റെ കടയിലൊക്കെ സെയിൽ ഇടുന്ന സമയത്ത് ഐഫോൺ 16 കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോ. 60 Hz ഡിസ്പ്ലേ എന്നുള്ളത് ചോദിച്ചാൽ ആ ഫോണിന് വേറൊരു കുഴപ്പമില്ല. ബാറ്ററി ഹെൽത്ത് ആവട്ടെ. പിന്നെ ഐഫോൺ 16 ഡിസൈനൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. കാരണം വെച്ചാൽ അതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ടൈറ്റാനിയം ബോഡിയാണ്. പിന്നെ ആക്ഷൻ ബട്ടൺ ഉണ്ട്. അങ്ങനെ പിന്നെ ഡിസൈൻ കാണാൻ രസം വെച്ചാൽ വേറെ കളർ വേരിയൻസ് വരുന്നുണ്ടല്ലോ. ഇതിലല്ല സംതിങ് ബ്ലൂ ഗ്രീൻ കളർ വേരിയൻസ് ഒക്കെ ഉണ്ട്. ഭയങ്കര രസമാണ്. പിന്നെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റി ഐഫോൺ 16 എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ കസിൻസിൻ്റെ കയ്യിലേക്ക് ഞാൻ കയ്യിൽ കുറിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഐഫോൺ 16 ഡിസൈനും കാര്യങ്ങളും. ഓക്കെ, പിന്നെ ഐഫോൺ 16 പ്ലസിൻ്റെ കാര്യം പറഞ്ഞു വെച്ചാൽ ഐഫോൺ 16 തന്നെ അതിൻ്റെ ബിഗർ വേർഷൻ ഞാൻ പറഞ്ഞല്ലോ, കുറച്ചും കൂടെ ബിഗർ ബാറ്ററി കാരം. അത് സംതിങ് 4006 mAh ബാറ്ററി ഉണ്ട്. 60 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. 4006 mAh ബാറ്ററിയിൽ 60 Hz കാരണം നല്ല ബാറ്ററി ഹെൽത്ത് കിട്ടും. ഈ പറഞ്ഞ ഐഫോൺ 16 എല്ലാം 16 പ്ലസിൽ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ പ്രൈസാണ് ആ പടം വ്യത്യാസം എന്ന് വെച്ചാൽ ഫ്രഷിന് വരുന്നത് 78K ആണ്. 78Kക്കൊന്നും ഇപ്പോൾ അത് എടുക്കരുത് നിങ്ങൾ. 78K ഒന്നും സെയിൽ ടൈമിലൊക്കെ കുറച്ചും കൂടെ കുറയാണെന്നുണ്ടെങ്കിൽ ഐഫോൺ 16 പ്ലസ് എന്ന് പറഞ്ഞാൽ നല്ല ഓപ്ഷനേ. കാരണം ഞാൻ പറഞ്ഞു ഈ 60 Hz പ്രശ്നം വെച്ചാണ്ട് വേറൊരു കുഴപ്പമില്ല. പിന്നെ ക്യാഷിഫൈ പോലത്തെ സംഭവങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പഠിച്ചതിന് ഇപ്പോൾ യൂസ്ഡൊക്കെ ഒരു 85 എബോ ഒക്കെ ബാറ്ററി ഹെൽത്ത് വരുന്നത് 62K സംതിങ്ങിന് വരുന്നുണ്ട്. നല്ലതേക്കാരം. എന്തായാലും അതൊന്നും എടുത്താലും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യാൻ പോകില്ല. കാരണം ഐഫോൺ 16 എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഓൾറെഡി പ്രൈം പെർഫോമൻസ് തരും 2006. കാരണം ആ ഫോൺ അത്ര അധികം ഓൾഡ് ആയിട്ടില്ല, 1-2 വർഷമായിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ റിലീസായിട്ട് തന്നെ. അപ്പോൾ നിങ്ങൾ ആ കാര്യത്തിൽ നിന്ന് പിടിച്ചു. കാരണം ഓൾഡർ വേർഷൻ അല്ല. അപ്പോൾ 2020-30 സംതിങ് വരെ 2030 സംതിങ് വരെ ഒക്കെ നിങ്ങൾക്ക് ഐഫോൺ 16 ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഡിവൈസുകളാണ് ഐഫോൺ 16 ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഐഫോൺ 16 Pro ആൻഡ് 16 Pro Max. എന്തുകൊണ്ട് ഐഫോൺ 16 Pro ആൻഡ് 16 Pro Max എടുക്കരുത്? ശരിയാണ്, പറയുമ്പോൾ അതിൽ നല്ല ബാറ്ററി ഹെൽത്ത് ഉണ്ട്. ഈവൻ 16 Pro വേരിയൻ്റ് പോലും ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. 16 Pro വേരിയൻ്റ് പോലും ഞാൻ ഒരുപാട് വീഡിയോയും റിവ്യൂ കണ്ടപ്പോൾ ഏകദേശം ഒരു 7 to 8 ഹവേഴ്സിൻ്റെ ഒക്കെ മേലെ ബാറ്ററി ഹെൽത്ത് ഇട്ടുണ്ട് 16 Proക്ക് പോലും. Pro Maxിനാണെന്നുണ്ടെങ്കിൽ നല്ല ബാറ്ററി ഹെൽത്ത് ഇട്ടുണ്ട്. 4000 മേലെ mAh ബാറ്ററി ഉണ്ട് 60 Pro Max. 120 Hz ഡിസ്പ്ലേ ഉണ്ട്, എല്ലാം ഓക്കെ. അപ്പോൾ പറഞ്ഞു ബ്രോ അപ്പോൾ ഇതിനെന്തിനാ ബ്രോയിന് കുറ്റം പറയുന്നത്? 120 Hz ഡിസ്പ്ലേ ഉണ്ട്, സി ടൈപ്പ് ചാർജറുണ്ട്, മറ്റേത് മറിച്ച് എല്ലാം ഉണ്ട്. ഒന്നാമത് ഇതിൻ്റെ പ്രൈസ് 60 Proൻ്റെ വരുന്നത് 1 lakhൻ്റെ അടുത്താണ്. അപ്പോൾ 16 Pro Maxന് വരുന്നത് 1,30,000 1,20,000 പ്രൈസ് വരുന്നത് 16 Pro Maxന്. ഇവിടെ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഫോൺ മോശമാണോ? അല്ല, പക്ഷേ നെക്സ്റ്റ് വരാൻ പോണ ഒരു കില്ലർ ഐഫോണാണ് സത്യം പറഞ്ഞാൽ ഇതിനൊക്കത്തിനും കാരണം. ഈ 2026 ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഐഫോൺ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇപ്പോൾ കറൻറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐഫോൺ, ഒരു ഡൗട്ടും കൂടാതെ ഞാൻ പറയും ഐഫോൺ 17. ഒന്നാമത് ഈ ഐഫോൺ 16 Proയും ഐഫോൺ 60 Pro Maxന് എന്തുകൊണ്ടാണ് അവൈഡ് ചെയ്യണം? ഐഫോൺ 17ൻ്റെ പ്രൈസ് ഉണ്ട് നിങ്ങൾ 83K. ഞാൻ സത്യം പറയാമല്ലോ, ഈ ഐഫോൺ 17 സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഒന്നാമത്തെ കാര്യം ഐഫോൺ 17 120 Hz ഡിസ്പ്ലേ. അതായത് ഐഫോൺ 14, ഐഫോൺ 15, ഐഫോൺ 16, ഐഫോൺ ഇത്രയും കാലം ബേസ് വേരിയൻ്റിൽ ഐഫോൺ 60 Hz കൊടുത്ത് ആ ചെറ്റത്തരം മാറ്റിയാണ്ട് ബെറ്ററാക്കി. അതായത് ബേസ് വേരിയൻ്റ് തന്നെ 83Kക്ക് വരുന്ന ഐഫോൺ 17ൻ്റെ ലേറ്റസ്റ്റ് ബേസ് മോഡൽ തന്നെ ഒരു 120 Hz ഡിസ്പ്ലേ എടുത്തു. അത് വലിയൊരു കാര്യം തന്നെ. എങ്ങനെയാണ് അവർക്ക് ഇത് ബുദ്ധി ഉദിച്ച്? രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇതിന് ഡിസൈനും ബിൽഡ് ക്വാളിറ്റി ഒക്കെ നൈസാണ്, ഭയങ്കര രസമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം വെച്ചാൽ പ്രൈസ് തന്നെ പറഞ്ഞു 83Kക്ക് നല്ല ഒരു ബഡ്ജറ്റിൽ തന്നെയാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ പറയാനില്ല എന്താ വെച്ചാൽ
ഇത്രയും കാലം ഐഫോണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ബേസ് വേരിയൻ്റ് വരില്ല, അതൊക്കെ 128 GB വെച്ചിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഐഫോൺ 17 വന്നപ്പോൾ 83 നമ്മൾ ഇന്നിപ്പോൾ പർച്ചേസ് ചെയ്താൽ പോലും അതിലെന്തുണ്ട് 256 GB സ്റ്റാർട്ടിങ്. അതായത് ദി ബെസ്റ്റ് ഐഫോൺ ഇപ്പോൾ കറലി ഉള്ളത്. അത് ബാറ്ററി ഹെൽത്ത് ആവട്ടെ, പ്രൈസ് ആവട്ടെ, പെർഫോമൻസ് ആവട്ടെ. ഇപ്പോൾ ഇതിലൊക്കെ ഉള്ളത് വെച്ചാൽ A19 ബയോണിക് ചിപ്പാണ്. ഐഫോൺ 17 A19 ബയോണിക് ചിപ്പൊക്കെ ബാറ്ററി ഹെൽത്ത് ഒക്കെ മാനേജ് ചെയ്യാൻ. ഇതിൽ ബാറ്ററി ഹെൽത്ത് 3600 സംതിങ് mAh ഉള്ളത്. പക്ഷേ A19 അതിനൊക്കെ നല്ല രീതിക്ക് ബാറ്ററി മെയിൻറ്റെയിൻ ചെയ്യാൻ പേരെടുത്ത് കേട്ട ചിപ്സെറ്റാണ് A19 ബയോണിക് ചിപ്പൊക്കെ. അതായത് ഇതിൻ്റെ പ്രൈസ് ആവട്ടെ, ക്യാമറ പെർഫോമൻസ് ആവട്ടെ, പിന്നെ ഗെയിമിങ്ങിനാവട്ടെ, എല്ലാം കൊണ്ട് തികഞ്ഞൊരു ഐഫോൺ. അതാണ് ഐഫോൺ 17. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ 2026 ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോണും കൂടിയാണ് ഐഫോൺ 17. ഞാൻ ഇപ്പോൾ ആർക്കും ആണെങ്കിലും കണ്ണും ചുമ്പ് റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. അങ്ങനെ രൂപത്തിലൊരു ഫോണാണ് ഐഫോൺ 17. ഇപ്പോൾ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് എന്തായാലും പർച്ചേസ് ചെയ്യുക. നിങ്ങൾ ഒരു കാരണവശാലും റിഗ്രറ്റ് ചെയ്യാൻ പോകില്ല, കാരണം അതിന് ഒരു ഇഷ്യൂം പറഞ്ഞു കേൾക്കണില്ല. ഇപ്പോൾ MKBHD ഒക്കെ വീഡിയോ എടുത്തൊക്കെ തന്നെ MKBHD ബെസ്റ്റ് ഫോൺ ഓഫ് 2026 കൊടുത്തത് പോലും ആർക്കാണ്? 2025-26 കൊടുത്ത പോലും ഐഫോൺ 17. എനിക്ക് നല്ല കാരണമുണ്ട്, കാരണം വെച്ചാൽ ഐഫോൺ 17 അത്ര അടിപൊളിയുണ്ട്. അതങ്ങനെ എങ്ങനെയോ റെയറായിട്ട് നമുക്ക് കിട്ടിയൊരു ഫോണാണെന്ന് തന്നെ പറയാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഐഫോൺ 17 എയർ. ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങൾ ഐഫോൺ 17 എയർ എടുക്കരുത്. നിങ്ങളൊന്ന് ആലോചിക്കണം, 1,00,000 കൊടുത്താണ്ട് ഒരു ഫോൺ എടുക്കുമ്പോൾ 1,00,000 ഫോണിൽ ഒരു ചെയ്തതെന്ത്? ആകെപ്പാടെ 2900 mAh ബാറ്ററി 1,00,000 ഫോണിൽ കൊടുത്ത്. എന്തൊരു തെണ്ടിച്ചറായി പോയത്. അപ്പോൾ ശരിയാണ്, അപ്പോൾ ആ ഐഫോൺ 17 എയറിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും ഡിസൈനൊക്കെ അത്രയ്ക്ക് രസമാണ് കാണാൻ. ശരിയാണ്, ഇപ്പോൾ നമ്മൾ ഓഫ്ലൈൻ മാർക്കറ്റിലൊക്കെ കയറി നോക്കുമ്പോൾ ഐഫോൺ 17 എയറിൻ്റെ ഫോൺ നമുക്ക് കയ്യിലെടുക്കുമ്പോൾ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഡിസൈൻ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. പക്ഷേ ഇതിൻ്റെ ബാറ്ററി ഹെൽത്തോ 2900 mAh ബാറ്ററി, അതും 120 Hz ഡിസ്പ്ലേ വരുന്ന ഒരു പ്രൊമോഷൻ വരുന്ന ഒരു ഫോണിന് 2900 mAh ബാറ്ററി. ഞാൻ ഈ ആപ്പിളിൻ്റെ ഇവൻ്റ് കണ്ടിന് ഐഫോൺ 17 എയറിൻ്റെ. ആ ഈവൻറ്റ്, അത് ഐഫോൺ 17 എയർ ഇറക്കുന്ന സമയത്ത് ആ ഈവൻറ്റിൽ ആപ്പിളിന് പോലും അറിയാം ഐഫോൺ 17 എയറിൽ ബാറ്ററി ഹെൽത്ത് മര്യാദയ്ക്ക് കിട്ടില്ല. അതിൻ്റെ കൂടെ മാക്സേഫും പാടെ അതിൻ്റെ ആഡും പാടെ കാണിച്ച് വിൽക്കാൻ നോക്കിയ എന്തൊരു ചീപ്പ് പരിപാടിയാണ് സത്യം പറഞ്ഞാൽ അന്ന് ആപ്പിൾ കാണിച്ച്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലത്. പിന്നെ ഐഫോൺ 17 എയർ മോണോ സ്പീക്കർ, 20,000 റെഡ്മി റിയൽമി പോലത്തെ ഫോൺസിന് പോലും ഉണ്ടേ സ്റ്റീരിയോ സ്പീക്കർ. മോണോ സ്പീക്കർ പറഞ്ഞാൽ മനസ്സിലായി, ഒറ്റ സ്പീക്കറുള്ള ഐഫോൺ 17 എയറിൽ ഒറ്റ ക്യാമറ. 1,00,000 മേലെ പ്രൈസ് കൊടുത്തിട്ട് നമുക്ക് കിട്ടണം ഒരു ക്യാമറയുള്ള ഫോൺ. ശരിയാണ്, സ്ലിം ഡിസൈൻ. ഇപ്പോൾ എത്ര ആൻഡ്രോയിഡ് സ്ലിം ഡിസൈൻസ് ഫോൺ 5000 mAh ലിഥിയം അയോൺ എന്നുള്ള ബാറ്ററി വെച്ചുണ്ട്. ഓൾക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ചെയ്തുകൂടാ? 1,00,000 മേലെ ഒരാൾ കൊടുക്കല്ലേ? അപ്പോൾ എന്തുകൊണ്ട് ഇതൊക്കെ തിന്നൂടാ? ഞാൻ ചോദിക്കണോ വല്ല തെറ്റുണ്ടോ? ഞാൻ പറയണില്ല, എനിക്ക് ആകെ ഫ്രസ്ട്രേഷൻ ആയി പോകും സത്യം പറഞ്ഞതിനെ പറ്റി സംസാരിക്കണം. പിന്നെ ഐഫോൺ 17 എയർ നിങ്ങൾക്ക് എടുക്കാം. ആർക്കാരോ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഭയങ്കര പൈസക്കാരനാണ്, നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു S25 Ultra അല്ലെങ്കിൽ S26 Ultra ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇനി ഒരു സെക്കൻഡറി ഫോണായിട്ട് ഒരു ഐഫോൺ വേണം. അങ്ങനെ എല്ലാവർക്കൊക്കെ എടുക്കുക ഐഫോൺ 17 എയർ. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ ഭയങ്കര പ്രായമായിട്ടുള്ള ആളാണ്, നിങ്ങൾക്കൊരു 60-70 വയസ്സൊക്കെ ഉണ്ട്. നിങ്ങളുടെ സ്ക്രീൻ ഓൺ ടൈം പറഞ്ഞാൽ വേറൊരു 8 മണിക്കൂറൊക്കെയാണ് ഒരു ദിവസം ഫുള്ള് സ്ക്രീൻ ഓൺ ടൈമാണ്. അങ്ങനത്തെ ആൾക്കാർക്കും റെക്കമെൻഡാണ്. അല്ലാത്തവർക്ക് ആർക്കും ഈ ഐഫോൺ 17 എയറിന് അത്രയും പ്രൈസ് കൊടുത്ത് എടുക്കരുത്. 83 രൂപയ്ക്ക് അത്രയും കിടിലം പോലത്തെ ഐഫോൺ 17 അവിടെ ഉണ്ടാകുമ്പോൾ എന്തിന് ഈ ഒരു പൊട്ട സാധനം 1,00,000 മേലെ കൊടുത്ത് കണ്ട് എടുക്കണം എന്നുള്ളത് എന്തായാലും ചിന്തിക്കണം. ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ മനസ്സിലായല്ലോ, ഐഫോൺ 17 എയറിൻ്റെ കാര്യം മനസ്സിലായല്ലോ. എനിക്കിഷ്ടമല്ല, ഞാൻ റെക്കമെൻഡ് ആർക്കും ചെയ്യൂല. നമ്മൾ ഓഡിയൻസിൽ കണ്ട ആർക്കും പറഞ്ഞ ഫോണല്ല അതൊന്നും. പ്രത്യേകിച്ച് നമ്മളെ പ്രായക്കാർക്കൊന്നും ഒരിക്കലും പറ്റില്ല, തീരെ ബാറ്ററി ഹെൽത്തില്ല. ശരി, A19 ബയോണിക് ചിപ്പൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നാർത്തത്തിനും കഷ്ടം. ബുഗാട്ടി എന്നാണ്ട് 50 രൂപയൊക്കെ അടിച്ചിട്ട് ഓടിക്കുമെന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് തീരെ ബാറ്ററി ഹെൽത്തില്ല. ഗെയിമിംഗ് ഒന്നും ചിന്തിക്കുക പോലും വേണ്ട. ഓക്കെ, ആ പറയുമ്പോൾ അത് അത്ര പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ബാറ്ററി ഹെൽത്ത് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഐഫോൺ 17 Pro Max. ഐഫോൺ 17 Pro Maxന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അതിൻ്റെ പ്രൈസ് വെച്ചുകൊണ്ട് വേറൊരു കുഴപ്പമില്ല അതിന്. അതായത് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഡിസൈനൊക്കെ ടോപ്പ് നോച്ചാണ്. കാണാനൊക്കെ ഭയങ്കര രസമാണ് ഐഫോൺ 17 Pro Max. ആ ഓറഞ്ച് കളറൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ആദ്യമായിട്ട് ഐഫോൺ 17 കൊടുക്കുന്നത്, ഐഫോണിൽ കൊടുക്കുന്നത് 17 Pro Maxലാണ്. 1,54,000 ഉറുപ്പിക എടുത്താണ്ട് നിങ്ങൾക്ക് ഈ ഫോൺ എന്തിനും നിങ്ങൾ വാങ്ങണം. അതാ ഞാൻ പറഞ്ഞത്. ശരിയാണ്, ചിലപ്പോൾ അതിൽ പ്രോഗ്രസ് ഉണ്ടാവും, സിനിമാറ്റിക് വീഡിയോഗ്രാഫി അങ്ങനെ ക്യാമറൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുമ്പോൾ അതൊക്കെ ടോപ്പ് നോക്കിയേക്കാം, വീഡിയോക്ക് ആവട്ടെ ഫോട്ടോക്കെ ആവട്ടെ. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ ഈ കാണുന്ന ഓഡിയൻസിൽ 98% ആൾക്കാർക്കും അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ പോലെ കാർത്തിക് സൂര്യ അങ്ങനത്തെ വല്ല വ്ളോഗ്, അർജുൻ MP അങ്ങനത്തെ വലിയ യൂട്യൂബേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. അല്ലാതെ എന്തിനാണ് നിങ്ങൾക്ക് ആവശ്യം? നിങ്ങൾക്ക് ഐഫോൺ 17 ഉണ്ടാകുമ്പോൾ എന്തിനു എടുക്കണം? ഓൾറെഡി 120 Hz അവിടെ കിട്ടി, ഇനി എന്തിനാ നമുക്ക് ഇവിടെ അതിൻ്റെ ആവശ്യം? പിന്നെ വെച്ചാൽ നിങ്ങൾ ഈ EMI ഇതൊക്കെ വെച്ചാണ്ട് ഐഫോൺ 17 Pro Max ഒക്കെ എന്തിനെടുക്കണം? ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഡിവൈസിൻ്റെ ആവശ്യം നിങ്ങൾക്ക് ആർക്കും ഇല്ല. ഐഫോൺ 17 ഫുൾ പൊട്ടൻഷ്യൽ ആരും നിങ്ങളാരും ഒന്ന് യൂസ് ചെയ്യാൻ പോകുള്ളൂ. പിന്നെ എന്തിനും നിങ്ങൾ ഐഫോൺ 17 Pro Max നിങ്ങൾ എടുക്കണം?
ഞാൻ അതുകൊണ്ടാണ് ഐഫോൺ 70 Pro Max അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്. ആ ഫോണിന് കേപ്പബിൾ അല്ലായിട്ടോ ആ ഫോണിന് പോരായ്മകളിലായിട്ടോ അല്ല, ഭയങ്കര ഓവർ പ്രൈസിനാണ്. അത്ര യൂസ് കേസ് നിങ്ങൾക്ക് ആർക്കും വരില്ല എന്നുള്ളതുകൊണ്ടാണ് ഐഫോൺ 70 Pro Max ഞാൻ സ്കിപ്പ് ചെയ്യാൻ പറയുന്നത്. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. ഇപ്പം ഏകദേശം മനസ്സിലാവുന്നത് നിങ്ങളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഏറ്റവും ബെസ്റ്റ് ഐഫോൺ ഏതാണെന്നുള്ളതൊക്കെ. പിന്നെ ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഐഫോൺ സെക്കൻഡ് ഹാൻഡൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു 85 എബോ ബാറ്ററി ഹെൽത്ത് ഉള്ളത് എടുക്കാൻ ശ്രമിക്കുക, അതേക്കാരം ഒന്നും പാടെ ബെറ്റർ. പിന്നെ ഞാൻ പറഞ്ഞു ക്യാമറൻ്റെ കാര്യത്തിൽ 14ലും ഇതിലൊക്കെ വരുന്നത് ബേസ് വേരിയൻറ്റിൽ 12 MB ആണ്, ഇവിടെ വരുന്നത് 48 MB ആണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ബാറ്ററി ഹെൽത്ത് നല്ലോണം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഐഫോൺ 14 Pro പോലത്തെ ഡിവൈസുകളൊന്നും ഒരിക്കലും ചത്താൽ പോലും എടുക്കരുത്, കാരണം ബാറ്ററി ഹെൽത്ത് പട്ടി ഷോക്കാരം ഒരിക്കലും എടുക്കരുത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ പറയുന്നത് ചില ആൾക്കാരൊരു തെറ്റിദ്ധാരണ ഉണ്ട്, ഈ ഐഫോണിൻ്റെ 60 Hz ആൻഡ്രോയിഡിൻ്റെ 120 Hz നിങ്ങളും ബെറ്റർ ആണ്. ഷട്ട് ദ ഫക്ക് അപ്പ്. എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയത്? എൻ്റെ അമ്മാൻ്റെ നത്തിങ്ങിൻ്റെ ഫോൺ ഉണ്ട്, വെറും 20,000 ഫോൺ. 1000 120 Hz സ്ക്രീനിൽ വെറുതെ കുറച്ച് നേരം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഐഫോൺ 14 വരുമ്പോൾ നമുക്ക് മടുത്തു. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ 60 Hz 120 Hz 120 Hz ഫോൺ യൂസ് ചെയ്ത് നോക്കണം, അപ്പോൾ മനസ്സിലാവുള്ളൂ. ഓക്കെ. പിന്നെ ഐഫോൺസിൻ്റെ കാര്യം പറയുന്നത്, ഇപ്പോൾ ഐഫോൺ 14 ഞാൻ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ പോലെ പറയുന്നത് വെച്ചാൽ ഗെയിമിൻ്റെ കാര്യത്തിൽ ബഗ്ഗോ ലാഗോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വളരെ കുറവാണ് ഐഫോണിൽ. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ എനിക്ക് തോന്നി നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ഐഫോൺ പറഞ്ഞാൽ ഞാൻ 2024 ഞാൻ കണക്ക് വെക്കുന്നത് ഐഫോൺ 17 ആണ്. പിന്നെ ബഡ്ജറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14 Pro Max നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഏറ്റവും മിനിമം ഐഫോൺ പറഞ്ഞാൽ ഐഫോൺ 14 ആണെന്നുള്ളതും പറഞ്ഞു. അവോയ്ഡ് ചെയ്യേണ്ടത് ഐഫോൺസ് ഏതൊക്കെ എന്നുള്ളതും പറഞ്ഞു. എനിവേ നിങ്ങൾക്ക് നിങ്ങളെ ഏത് ഐഫോൺ നിങ്ങൾക്ക് 2024 പർച്ചേസ് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നതിന് ഫ്രഷ് ഉണ്ട്, യൂസ്ഡ് ഉണ്ട്, ഒക്കെ നിങ്ങളെ പ്രൈസ് റേഞ്ച് ഒക്കെയാണ് നിങ്ങൾ ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. എനിവേ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം. ഓക്കെ, ശരി.